സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഒരു സിമ്പിളായിട്ടുള്ള, അതായത് രാത്രി നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെയാണ്. അത് കഞ്ഞി, തേങ്ങ ചമ്മന്തി, മത്തനും വൻപയറും കൂടി ഓല. ഇതാണ് രാത്രിത്തെ കഞ്ഞിക്കുള്ളത്. അപ്പോൾ നമുക്ക് അതൊന്ന് കാണാം. 1 കിലോ മത്തൻ്റെ അടുത്ത് ഉണ്ട്, ഏകദേശം ഒരു 900 ഗ്രാമോളം മത്തനാണ്. അപ്പോൾ അതാദ്യം നമുക്ക് മുറിച്ചൊക്കെ തോലിയെത്തി വൃത്തിയാക്കണം. അപ്പോൾ തോലൊക്കെ ചെത്തി വൃത്തിയാക്കിയത്, പിന്നെ അത് ചെറുതായിട്ട് കഷ്ണം നുറുക്കുക വേണ്ടത്. അവന് എളുപ്പം വേവും ചെയ്യും. മത്തൻ പൊതുവെ എളുപ്പം വേവുന്നതാണല്ലോ. ഇനി ഇതാ വൻപയറുണ്ട്, അതൊരു 100 ഗ്രാമിൻ്റെ അടുത്താണ്. അത് വെള്ളത്തിൽ കുതിർത്ത് തലേ ദിവസം വെച്ചതാണ്. അത് നമുക്ക് ആദ്യം ഒന്ന് വേവിക്കാം. ആവശ്യത്തിന് വെള്ളമൊക്കെ പാർന്ന് കുക്കറിലൊന്ന് വേവിക്കാം. ഇപ്പോൾ വെന്തു. 3 കൂക്കാണ് കൂക്കിയത്. ഇനി നമ്മൾ മത്തൻ, നുറുക്കി വെച്ച മത്തൻ അത് ഇടാണ്. പിന്നെ ആവശ്യത്തിന് ഉപ്പ്, പിന്നെ അത് കത്തിക്കണം. അതിൽ പച്ചമുളക് നടു കീറിയിട്ടിട്ടുണ്ട്. വെള്ളം പിന്നെ ആദ്യം തന്നെ നമ്മൾ വെച്ചതുണ്ട്. പയറും മത്തനും എല്ലാം കൂടി കണ്ട് വേണം. അപ്പോൾ തിളച്ച് വരുന്നുണ്ട്. ആയി വരുന്നുണ്ട്, വെന്ത് വരുന്നുണ്ട്. ഇനി ഇതാ കറിവേപ്പില ഇടുക. പിന്നെ ഇതാ വെളിച്ചെണ്ണയും തുളിച്ചിട്ടുണ്ട്. അപ്പോൾ ഏകദേശം റെഡിയായി. അപ്പോൾ വെള്ളം കഷ്ണമൊക്കെ ഏകദേശം പാകം തന്നെയാണ്. ഇനി വിളമ്പാൻ നേരത്തേക്ക് കറക്റ്റായിട്ട് വരും, കട്ടയായിട്ട് തന്നെ വരും. അപ്പോൾ നമ്മളെ തേങ്ങ ചമ്മന്തിയാണ്. തേങ്ങ പുളിങ്ങ, ചുവന്ന മുളക് പൊടി, അത് 2 സ്പൂൺ ഇടാം, കുറച്ച് എരിവൊക്കെ ഉണ്ടായിക്കോട്ടെ. പിന്നെ ഉപ്പും ഇടാം. പാകത്തിന് വെള്ളം വാർന്നിട്ട് മിക്സിയിൽ അരയ്ക്കാം. ചമ്മന്തി റെഡിയായി. കഞ്ഞി ആയതുകൊണ്ട് കഞ്ഞിക്ക് ചമ്മന്തി നല്ല കോമ്പിനേഷനാണ്. ഇതിപ്പോൾ നമ്മളിന്ന് കഞ്ഞിക്കാക്കിയെന്നേ ഉള്ളൂ. അത് ചോറിനൊക്കെ നല്ല ഒരു പറ്റിയ വിഭവമാണിത്.
അപ്പോൾ സദ്യക്കൊക്കെ മത്തനും വൻപയറും ഒരു ഓലൻ ഒരു പ്രധാനമാണ്. അപ്പം ഇന്ന് രാത്രി കഞ്ഞി, തേങ്ങാ ചമ്മന്തി, വൻപയർ, മത്തൻ, ഓലൻ. ഇതെല്ലാം അങ്ങനെ ഒരേ ഇതിൽ തന്നെ ഇട്ട് കഴിക്കാൻ ഇഷ്ടം, വേറെ പാത്രത്തിലല്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടാതെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. അപ്പോൾ പുതിയ വീഡിയോ വരുന്നതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നത്. അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് ഉടൻ തന്നെ വരുന്നതായിരിക്കും. ടിൽ ദെൻ ഗുഡ് ബൈ.